ഹായ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും പറയുന്നത് ഫംഗ്ഷൻ റിട്ടേണിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്, എന്തിനാണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഏത് ടൈപ്പാണ് നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഇതും നമ്മൾ ബേസിക് കോഡിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം ഇന്ന് പഠിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആരോ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ചു പോവാം. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ എന്തിനാണ്. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു റീയൂസബിൾ കോഡാണ്. അതായത് മൾട്ടിപ്പിൾ തവണ നമ്മൾ എന്ത് ചെയ്തണ്ട വീണ്ടും വീണ്ടും ഒരേപോലത്തെ കോഡുകൾ ഉണ്ടെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു വട്ടം എഴുതിയാൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ ആ ഫംഗ്ഷൻ്റെ നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കോൾ ചെയ്യും എന്നുള്ള രീതി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ പാരാമീറ്റർ ആർഗ്യുമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വെക്കുക. അതൊന്നും അറിയാത്തവരെങ്കിൽ വീണ്ടും ആ വീഡിയോ പോയി കാണുക. കണ്ടിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് എന്തുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെന്ന്. ഫംഗ്ഷൻ റിട്ടേൺ എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പായി, ഒരു ഫംഗ്ഷൻ എന്തായി ബ്രേക്കായി, അതായത് ഫംഗ്ഷൻ്റെ യൂസ് കേസ് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത്. അതായത് ഒരു റിട്ടേണിന് ശേഷം എന്തെങ്കിലും ഒരു റിട്ടേൺ എഴുതണമെങ്കിൽ റിട്ടേൺ കീവേഡ് ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്കുക. ആ റിട്ടേൺ കീവേഡ് എവിടെ ഉണ്ടാവുക? ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് റിട്ടേൺ കീവേഡ് ഉണ്ടാവുക. ആ റിട്ടേണിന് ശേഷം എഴുതുന്ന കോഡ് വാല്യൂബിൾ ആയിരിക്കില്ല, അങ്ങനെ എഴുതൂല്ല. ഓക്കെ. അതെന്താ എങ്ങനെ എഴുതിയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നോക്കാം. ഓക്കെ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും നമ്മൾ ഇത് ഇമ്മീഡിയറ്റ് ഇൻവോക്ഡ് ഫംഗ്ഷൻ ആണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഓക്കെ. അതൊന്ന് റെഫർ ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം അതിന് എന്ത് ചെയ്യുന്നു കളഞ്ഞ് വേറൊരു ഫംഗ്ഷൻ എഴുതാണ്. ഫംഗ്ഷൻ റിട്ടേൺ എന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ റിട്ടേൺ ഫംഗ്ഷൻ ഞാനൊരു വേറെ എന്തെങ്കിലും പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം വെസ്ലൻ എന്ന് കൊടുക്കുന്നു. വെസ്ലൻ കൊടുത്തതിന് ശേഷം ഒരു ഫംഗ്ഷൻ നെയിം വെസ്ലൻ ആണ്. ഇനി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ആർഗ്യുമെൻ്റായി ഞാൻ പാസ് ചെയ്യുമ്പോൾ അവിടുന്ന് വാല്യൂ ഞാൻ പാസ് ചെയ്യും. ആർഗ്യുമെൻ്റ് എന്താ, പാരാമീറ്റർ എന്താണെന്നുള്ളത് പ്രോപ്പറായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പോയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അതിപ്പോൾ ഞാൻ വെസ്ലൻ എന്നുള്ളത് കോൾ ചെയ്യുന്നു. കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ വർക്കാവുള്ളൂ എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ അതും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വാല്യൂ പാസ് ചെയ്യാമെന്ന് 10 20 എന്നുള്ളത് പാസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് ഞാൻ പാരാമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. AB എന്ന് കൊടുക്കുന്നു. ഇനിയാണ് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിട്ടേൺ പറയുമ്പോൾ റിട്ടേൺ കീവേഡ് ഉണ്ടാവും. ഫംഗ്ഷൻ എന്തുണ്ടാവും? റിട്ടേൺ കീവേഡ് ഉണ്ടാവും. ആ റിട്ടേൺ കീവേഡ് ഇവിടെ കൊടുക്കുക നമ്മൾ. ഓക്കെ. റിട്ടേൺ എന്ന് കൊടുക്കുക. റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു A+B എന്ന് കൊടുക്കുന്നു. ഓക്കെ. A+B എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റണ്ണാവോ നമുക്ക് നോക്കി നോക്കാം. റണ്ണാവോ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ. റണ്ണാവുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രിൻ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എവിടെയും കൊടുത്തിട്ടില്ല. റിട്ടേൺ ആണ് ചെയ്യുന്നത്. ഫംഗ്ഷനെ റിട്ടേൺ ആണ് ചെയ്യുന്നത്. അതല്ലാതെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എവിടെയും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എവിടെയും പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ console.logൻ്റെ ഉള്ളിലാണ് കോൾ ചെയ്യേണ്ടത്. കാരണം എന്താ ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 30 എന്ത് ചെയ്യും ഇവിടെ കാണാൻ പറ്റും. കാരണം എന്താ, 10+20 എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഫംഗ്ഷനെയാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്ന ഒരു console.logലാണെങ്കിൽ ആ റിട്ടേൺ ചെയ്ത വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കണ്ടത് 30 എന്നുള്ളത്. ഓക്കെ. പലർക്കും സംശയമാണ് ഈ റിട്ടേൺ ഫംഗ്ഷൻ റിട്ടേൺ എന്താണെന്ന് പോലും അറിയാത്ത കൺസെപ്റ്റാണ്. ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ഫംഗ്ഷൻ റിട്ടേൺ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വർക്കിംഗ് ഇല്ല എന്നാണ്. അതായത് ഫംഗ്ഷൻ ബ്രേക്ക് ആവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്ക്രീനിൻ്റെ ഇവിടെ ഒക്കെ ഒരുപാട് കോഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. എഴുതിയതിന് ശേഷം ഒറ്റ വാല്യൂ, അതൊക്കെ കൂടി ഒരു ഒറ്റ വാല്യൂ റിട്ടേൺ ചെയ്യണം. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ എന്ന് കൊടുത്തിട്ട് ഒരു കീവേഡ് കൊടുത്തിട്ട് ആ റിട്ടേൺ എന്താണ് വാല്യൂ, ആ വാല്യൂ എന്ത് ചെയ്യുക കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്ത് എന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്തു console.logൽ വന്ന് ഹലോ എന്ന് എഴുതാണ്. ഇപ്പോൾ ഇത് വർക്കാവില്ല. കാരണം എന്താ, റിട്ടേണിന് ശേഷം എന്ത് എഴുതിയാലും അത് എക്സിക്യൂട്ട് ആവില്ല. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഫംഗ്ഷന് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിട്ടേണിന് ശേഷം വരുന്ന ഒന്നും വാല്യൂബിൾ അല്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണോ
30 എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. കാരണം എന്താ, റിട്ടേൺ ചെയ്തതിന് ശേഷം അപ്പുറത്ത് ഒരു കോഡ് വർക്ക് ആവുന്നില്ല. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു കളർ ചേഞ്ചിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ റിട്ടേൺ ചെയ്തതിന് ശേഷം ഒരു കളർ വ്യത്യാസം കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വാല്യൂബിൾ അല്ല എന്നുള്ളത് അറിയിക്കാണ് VS കോഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കളഞ്ഞതിന് ശേഷം വീണ്ടും സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ റിട്ടേൺ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. റിട്ടേൺ ചെയ്ത ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസോളിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എവിടെയും കൺസോളിൽ പ്രിൻ്റ് ചെയ്തിട്ടില്ല. ആ പ്രിൻ്റ് ചെയ്തത് എവിടെ, വെസ്ഡ് എന്നുള്ള ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഒരു കൺസോൾ ഡോട്ട് ലോഗിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്ത് പ്രിൻ്റ് ആയത്. ഇനി നേരെ മറിച്ച് ഞാൻ ഇവിടെ കോൾ ചെയ്യുന്നില്ല, ഒരു ഫംഗ്ഷനെ ഫുള്ളായിട്ട് എഴുതാണ്, ടോട്ടലി ഒരു ഫംഗ്ഷൻ അങ്ങനെ തന്നെ കോൾ ചെയ്തിട്ട് സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് കാണാൻ പറ്റും. മനസ്സിലായോ? നോക്കി, ഞാൻ ഫംഗ്ഷൻ എഴുതി, F ആണ് ആ ഫംഗ്ഷന് ശേഷം എന്താണ് A,B എന്നുള്ളത് കൊടുത്തു, റിട്ടേൺ ചെയ്തത് കാണാൻ പറ്റി. മനസ്സിലായോ? എന്നിട്ട് ഞാൻ കോൾ ചെയ്തതിന് ശേഷം ഒരു 2050 എന്നുള്ളത് ഇപ്പോൾ കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ 70 എന്നുള്ളത് പ്രിൻ്റ് ആയി. കാരണം എന്താ, റിട്ടേൺ ആണ് ചെയ്യുന്നത്. ആ റിട്ടേൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ എന്നുള്ള ഫംഗ്ഷനും കൂടി നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻ റിട്ടേണും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താണ് ഫംഗ്ഷൻ റിട്ടേൺ, എങ്ങനെയാണ് ഒരു റിട്ടേൺ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോർ ലെവലിൽ എന്ത് ചെയ്യും, പറഞ്ഞു തരും കുറച്ച് കാര്യങ്ങൾ. ഈ ഹോസ്റ്റിംഗ്, അതുപോലെ തന്നെ ക്ലോഷർ എന്ന് പറഞ്ഞ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യും. അപ്പോൾ ആ കവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്താണ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം, എന്താ വേരിയബിൾസ് എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൻ്റെ റിട്ടേൺ വാല്യൂ, അതിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ കോർ കൺസെപ്റ്റിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് ഓരോ ഫംഗ്ഷൻസ് എന്താ, അതുപോലെ തന്നെ ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് എന്താന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇനി ഫംഗ്ഷൻ നമ്മൾ വേറൊരു ടൈപ്പും കൂടി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതാണ് ആരോ ഫംഗ്ഷൻ. ആരോ ഫംഗ്ഷനെ കുറിച്ച് പല ആൾക്കാരും ചോദിച്ചിരുന്നു, എന്താണ് ആരോ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരോ ഫംഗ്ഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നുണ്ട്. ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ES6 ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ES6 ഞാൻ പറഞ്ഞിരുന്നു 2015 ഒരു അപ്ഡേഷൻ വന്നു ഈ എക്മാസ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ എന്തുണ്ട്, ആദ്യത്തെ വീഡിയോസിൽ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയി മസ്റ്റായിട്ടും കാണാം. അപ്പോൾ ES6 ശേഷം ഒരു അപ്ഡേഷൻ വന്നപ്പോൾ അതിലൊരു അപ്ഡേഷനാണ് എന്ത്, ഈ പറഞ്ഞ ആരോ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ലെറ്റ്, കോൺസ്റ്റ്, ക്ലാസ്സസ്, ഇതൊക്കെ വന്നത് ES6 ശേഷമാണ്. ഓക്കെ, അപ്പോൾ വന്ന ഒരു കൺസെപ്റ്റാണ് ആരോ ഫംഗ്ഷൻ. ആരോ ഫംഗ്ഷൻ എന്തിനാണെന്നും കൂടി ഞാൻ പറഞ്ഞത്. ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുള്ള ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്ക്രീൻ ഷെയർ ചെയ്ത്, അപ്പോൾ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഇത് നോർമൽ ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഈ നോർമൽ ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആർഗ്യുമെൻറ്റ് പാരാമീറ്റർ ഒക്കെ ഞാൻ കളയും. ഓക്കെ, ഇപ്പോൾ ഈ ഫംഗ്ഷനെ എനിക്ക് എളുപ്പത്തിൽ ഒറ്റ ലൈനിൽ എന്ത് ചെയ്യും, എനിക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഒന്ന് നോക്കുക. ആരോ ഫംഗ്ഷനാണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ആരോ ചിഹ്നം കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. ഇതാണ് ആരോ ഫംഗ്ഷൻ. ജസ്റ്റ് ഒരു ആരോ ഫംഗ്ഷൻ. ഇവിടെ എന്താണ്, ഈ ആരോ ഫംഗ്ഷൻ അനോണിമസ് ഫംഗ്ഷനും കൂടിയാണ്. നിങ്ങൾ ചിന്തിക്കുക, അനോണിമസ് ഫംഗ്ഷൻ എന്താ, നെയിം ഇല്ലാത്ത ഫംഗ്ഷൻ. അപ്പോൾ ആരോ ഫംഗ്ഷനിൽ എന്തില്ല, നെയിം ഇല്ല. അപ്പോൾ ഇതും കൂടി ഒരു അനോണിമസ് ഫംഗ്ഷനാണ്. പല ആൾക്കാരും അനോണിമസ് ഫംഗ്ഷൻ ആരോ ഫംഗ്ഷന് തമ്മിൽ വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും സംശയങ്ങളാണ്, എന്താണ് പറയേണ്ടതെന്നുള്ള അറിയുന്നില്ല. ആരോ ഫംഗ്ഷനിലും എന്താണ് അനോണിമസ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് അനോണിമസ് ആണ് ഫംഗ്ഷനിൽ എന്തില്ല, നെയിം ഇല്ലാത്തതൊക്കെ അനോണിമസ് ഫംഗ്ഷനാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇനി ഇത് അപ്പോൾ എങ്ങനെ കോൾ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ഈ ഒരു ഫംഗ്ഷൻ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് കൊടുക്കുന്നു. ആരോ ഫംഗ്ഷൻ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ആരോ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ആരോ കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ എന്തായി, ആരോ ഫംഗ്ഷനായി. ഇപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു കൺസോൾ ഡോട്ട് ലോഗിൽ ഒരു എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ദിസ് ഈസ് ആരോ ഫംഗ്ഷൻ. ഓക്കെ, ആരോ ഫംഗ്ഷൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആരോ ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ഇതിനെങ്ങനെ കോൾ ചെയ്യും? ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, റൺ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇപ്പോൾ നോക്കി, നമുക്ക് പോയി കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസറിൻ്റെ കൺസോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനെ കോൾ ചെയ്യണം.
ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ എഴുതിയാൽ മാത്രം പോരാ, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രം പോരാ, ഫംഗ്ഷൻ്റെ കോളിങ് നടത്തിയാലേ അത് ഉപകാരമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടി ഒരു വേരിയബിളിൽ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഡിക്ലെയർ ചെയ്യണം ആദ്യം. അപ്പോൾ ലെറ്റ് വെച്ച് ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, വെസ്ലെന്ന് കൊടുക്കുന്നു, എന്നിട്ട് ഒരു സ്പേസ് കൊടുത്ത് അസൈനേഷൻ കൊടുത്തതിന് ശേഷം ഈ വെസ്ലെന്നുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി സേവ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ആരോ ഫംഗ്ഷൻ എന്ന് പ്രിൻ്റായി. മനസ്സിലായോ? അപ്പോൾ അനോണിമസ് ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാൻ പറ്റും, അതിനൊരു നെയിം കൊടുത്ത് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോ ഫംഗ്ഷൻ, ഇതാണ് ആരോ ഫംഗ്ഷൻ. ആരോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ES6 ശേഷം വന്ന ഒരു കൺസെപ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ചുരുക്കിയ ഒറ്റ ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ഒരു റിട്ടേൺ വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല, ഈ കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല, ഒറ്റ ലൈൻ ഓഫ് കോഡാണ് ഉള്ളതെങ്കിൽ ഈ ആരോ ഫംഗ്ഷൻ എന്ത് വേണ്ട, ഈ പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല, റിട്ടേൺ വാല്യൂ ഒന്നാണ് ഉള്ളതെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒറ്റ ലൈൻ ഓഫ് കോഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, കേർലി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ചുരുക്കി എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ കേർലി ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസർ പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ആരോ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആർഗ്യുമെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം 10,20 എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, AB എന്ന് കൊടുക്കുന്നു, A,B എന്നുള്ളത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ console.logൽ A+B എന്ന് കൊടുത്തതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 30 എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു. ഇത്രയും ചുരുക്കിയ രീതിയിൽ നമുക്ക് ആരോ ഫംഗ്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ആരോ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആരോ ഫംഗ്ഷനും പിന്നെ അതുപോലെ തന്നെ നോർമൽ ഫംഗ്ഷനും തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് വ്യത്യാസം ഉണ്ട്. ചില കൺസെപ്റ്റ് വരുമ്പോൾ ദിസ് കീവേഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ ടോപ്പിക്സൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊന്നും പറയാത്തത്. കാരണം ഇത് രണ്ടും നിങ്ങൾക്ക് കൂടി പറയുമ്പോൾ നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നില്ല. അത് കുറച്ച് കോർ കൺസെപ്റ്റാണ് ഈ ദിസ് കീവേഡ് എന്നുള്ളതൊക്കെ. കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ബേസിക്സ് നിങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ക്ലിക്ക് ചെയ്തതിന് ശേഷം സംശയം ചോദിക്കുക. മലയാളത്തിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഓപ്ഷനും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.